38-ാമത്തെ പേജിൽ ഡമസ്കസിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ഷാബാൻ 15-നോടനുബന്ധിച്ച് നടത്തപ്പെട്ട നിസ്കാരത്തിന്റെ അനുബന്ധമായി നടന്ന തമ്മാടിത്തങ്ങളും കുറ്റകൃത്യങ്ങളും പരിശുദ്ധമായ പള്ളികളൊക്കെ മലിനമാക്കപ്പെടുകയൊക്കെ ചെയ്ത വിഷയങ്ങൾ വിവരിച്ചതിന് ശേഷം ഇപ്പോൾ ഈ നടക്കുന്നത് തർത്തൂശി ഇമാമ് പറഞ്ഞതിനേക്കാളും വളരെ ഗൗരവമുള്ള രൂപത്തിലാണ്. ഇതിനൊക്കെ കാരണം ഈ പറഞ്ഞ ഒരു പുതിയ വിദഅത്തായ നിസ്കാരവും ആ നിസ്കാരത്തിന് വേണ്ടി കത്തിക്കപ്പെട്ട വിളക്കുകളുമാണ് എന്ന് പറയുകയും എല്ലാ പുത്തൻ ആശയങ്ങളും വഴികേടിലേക്കാണ് എത്തിച്ചേരുക എന്നത് വ്യക്തമായി തന്നെ നമുക്കിവിടെ പഠിപ്പിച്ചു തന്നു. ഇനി മറ്റ് ചില ഉദ്ധരണികളിലൂടെ വേറെയും ചില രൂപങ്ങളിൽ ഷാബാൻ 15-ന്റെ രാത്രിയിലെ നിസ്കാരത്തെ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതും കെട്ടിച്ചമക്കപ്പെട്ടതാണ് എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഉണർത്തുന്നു. അതിൽപ്പെട്ട ചില മൗദൂആയ ഹദീസുകളുടെ സാരം മാത്രം നമുക്ക് വിവരിക്കാം. ഷാബാൻ പകുതിയുടെ രാത്രിയിൽ ആരെങ്കിലും 12 റക്അത്ത് നിസ്കരിക്കുകയും അതിലെ എല്ലാ റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് 30 വട്ടം ഓതുകയും ചെയ്താൽ അവൻ ദുനിയാവിൽ നിന്ന് വേർപിരിയുന്നതിന് മുമ്പേ അവൻ സ്വർഗത്തിൽ എവിടെയാണ് ഇരിക്കുക എന്ന സ്ഥലം അവൻ കാണും. അവന്റെ കുടുംബത്തിൽപ്പെട്ട നരകത്തിന് അർഹരായ 10 ആളുകൾക്ക് ശഫാഅത്ത് ചെയ്യാൻ മാത്രമുള്ള അധികാരവും അവന് ലഭിക്കും എന്നതാണ് ഒരു ഹദീസിന്റെ സാരം. രണ്ടാമത്തെ ഹദീസിൽ അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാബാൻ 15-ന്റെ രാത്രിയിൽ സൂറത്തുൽ ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ആയത്തുൽ കുർസി, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും എന്ന ആയത്ത് തുടങ്ങിയവയൊക്കെ 14 പ്രാവശ്യം ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ നിസ്കാരം നിർവഹിച്ചു എന്നാണ് അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട മറ്റൊരു ഹദീസിലുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതുപോലെ ആരെങ്കിലും ചെയ്താൽ അവന് 20 ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ടാകും, 20 കൊല്ലം നോമ്പനുഷ്ഠിച്ച പ്രതിഫലവും ലഭിക്കുന്നതാണ്. ആ ദിവസത്തിൽ അവൻ നോമ്പുകാരനായിട്ടാണ് മാറിയത് എങ്കിൽ കഴിഞ്ഞുപോയ 60 വർഷവും ഇനി വരാൻ പോകുന്ന 60 വർഷവും നോമ്പനുഷ്ഠിച്ച കൂലി അവന് ലഭിക്കും. ഇങ്ങനെ 2 ഹദീസുകൾ വേറെയും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഹദീസുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കെട്ടിച്ചമക്കപ്പെട്ടതാകുന്നു. അതിലൊക്കെ അറിയപ്പെടാത്ത കുറേ ആളുകൾ ഉണ്ട് എന്ന് അബുൽ ഫർജ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഹദീസ് ഉദ്ധരിച്ച ആൾ ഏതൊക്കെയോ ആളുകളുടെ പേരുകൾ പറഞ്ഞുകൊണ്ടാണ് ആ ഹദീസിന് സനദുണ്ടാക്കിയത് എന്നതും കൂടി അബൂ ശാമ റഹിമഹുല്ലാഹ് നമുക്ക് വിവരിച്ചു തരുന്നു. വേറെയും പല നിസ്കാരങ്ങളും ഇതുപോലെ കെട്ടിച്ചമക്കപ്പെട്ട നിലയ്ക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടാൻ വേണ്ടി പലരും ശ്രമിച്ചു ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും ഇവിടെ നീട്ടിപ്പരത്തി പറഞ്ഞ് ഈ കിതാബിനെ ദീർഘിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷാബാൻ 15-ന്റെ വിഷയം തൽക്കാലം അബൂ ശാമ റഹിമഹുല്ലാഹ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ശേഷം സലാത്തുർ റഗായിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു നിസ്കാരമാണ് റജബിൻ്റെ ആദ്യ വെള്ളിയാഴ്ച രാവിൽ മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ നടത്തപ്പെടുന്ന ഒരു നിസ്കാരം. അതും എപ്പോഴാണ് തുടങ്ങിയത് എന്നതൊക്കെ തർത്തൂശി ഇമാം വിശദമായി ബഹുമാനപ്പെട്ടവരുടെ ഗ്രന്ഥത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഇവിടെ റഗായിബ് എന്ന പദം ധാരാളം കൊടുതികൾ എന്നർത്ഥം വരുന്ന റഗ്ബത്ത് എന്നതിൻ്റെ ബഹുവചനമാണ്. അപ്പോൾ ധാരാളം കൊടുതികൾ, അള്ളാഹുവിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ ഈ രാത്രിയിൽ ലഭിക്കുമെന്ന അർത്ഥത്തിലാണ് ഈ കള്ള ഹദീസുകൾ ഉണ്ടാക്കി ഇതിന് തെളിവുണ്ടാക്കിക്കൊണ്ട് സമൂഹത്തിലേക്ക് ഈ നിസ്കാരങ്ങളെ അവതരിപ്പിച്ച ആളുകൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് തെളിവായി റഗായിബ് എന്ന പദം ഉപയോഗിച്ച പഴയ കാലത്തെ അറബി പദ്യവും ഒന്ന് വിവരിച്ചതിന് ശേഷം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടു എന്ന നിലയ്ക്ക് പറയപ്പെടുന്ന ഒരു ഹദീസും കൂടി അബൂ ശാമ റഹിമഹുല്ലാഹ് നമുക്ക് വിവരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റജബ് മാസത്തിൻ്റെ മഹത്വങ്ങൾ പറയുന്ന ഹദീസുകളുടെ ഭാഗമായി ലാ തഗ്ഫലു അൻ ലൈലത്തി അവ്വലി ജുമുഅത്തിൻ, റജബിലെ ആദ്യ വെള്ളിയാഴ്ചയുടെ രാത്രികളിൽ നിങ്ങൾ അശ്രദ്ധരാവരുത്. അതിന് റഗായിബ് എന്ന് മലക്കുകൾ പേര് വെച്ച ഒരു രാത്രിയാകുന്നു. റജബിൻ്റെ ആദ്യ വ്യാഴാഴ്ച നോമ്പനുഷ്ഠിക്കുകയും അന്ന് നോമ്പ് തുറന്നതിന് ശേഷം രാത്രിയിൽ മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിലുള്ള ഇശാഇ അത്തമത്ത് എന്നാണ് ഈ മൗദൂആയ ഹദീസിൽ ഉപയോഗിച്ചിട്ടുള്ളത് 12 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ നിസ്കാരത്തിൻ്റെ മഹത്വം ആ ഹദീസിൽ വിവരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ ഇല്ലാ ഗഫറല്ലാഹു ലഹു ദുനൂബഹു,
അവൻ്റെ സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. ഇത് പറഞ്ഞതിന് ശേഷം ആ ഹദീസിൻ്റെ സനദിൻ്റെ തകരാറുകളൊക്കെ ബഹുമാനപ്പെട്ടവർ നമുക്ക് വിവരിച്ചു തരുന്നു. നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അതിൻ്റെ സനദുകളെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. ഈ ഹദീസിൻ്റെ പരമ്പരയുള്ള ഒരു പ്രധാന വ്യക്തിയാണ് ബഹ്ജത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ അബുൽ ഹസൻ അലീബിനു അബ്ദുല്ലാഹിബിനു ജഹ്ളം എന്ന വ്യക്തി. അദ്ദേഹത്തെക്കുറിച്ച് പണ്ഡിത ലോകത്ത് ധാരാളം മോശമായ അഭിപ്രായങ്ങൾ ഉണ്ട്. അബുൽ ഫർജ് റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്, ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കെട്ടിച്ചമക്കപ്പെട്ടതാണ്. ഈ ഹദീസിൻ്റെ ഒറ്റ കാരണം കൊണ്ട് തന്നെ ജഹ്ലമിനെ കുറിച്ച് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞ ആളാണ് ഈ ജഹ്ലം എന്ന് ഇതിൻ്റെ പേരിൽ പണ്ഡിത ലോകം മുദ്ര കുത്തിയിട്ടുണ്ട്. ശേഷം ബഹുമാനപ്പെട്ടവർ പറയുന്നു, നമ്മുടെ ഷെയ്ഖ് അബ്ദുൽ വഹാബ് അൽ ഹാഫിദ് റഹിമഹുല്ലാഹുവിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ഈ ഹദീസ് ഉദ്ധരിച്ച പരമ്പരയിലുള്ള മുഴുവൻ ആളുകളും അറിയപ്പെടാത്ത ആളുകളാണ്. ഞാൻ അവരെക്കുറിച്ച് എല്ലാ ഗ്രന്ഥങ്ങളിലും പരിശോധന നടത്തിയെങ്കിലും അങ്ങനെ ആളുകളെക്കുറിച്ചുള്ള ചരിത്രമൊന്നും ചരിത്ര ഗ്രന്ഥങ്ങളിലോ മുഹദ്ദിസുകളുടെ വിശദീകരണങ്ങളിലോ കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഈ ഹദീസ് ഉണ്ടാക്കിയ ആൾ വളരെ അത്ഭുതകരമായ രൂപത്തിലാണ് ഈ ഹദീസ് നിർമ്മിച്ചിട്ടുള്ളത്. നിസ്കാരം നിർവഹിക്കുന്ന ആൾ അന്ന് നോമ്പനുഷ്ഠിക്കണം, അങ്ങനെ ധാരാളം നിബന്ധനകളും അതിന് അവർ വെച്ചിട്ടുണ്ട്. ഈ വലിയ മഹത്വങ്ങളൊക്കെ പറഞ്ഞ ഹദീസുകളുടെ പശ്ചാത്തലത്തിൽ സാധാരണ ജമാഅത്തിന് വരാത്ത ആളുകൾ വരെ ഈ നിസ്കാരത്തിന് വേണ്ടി പങ്കെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇല്ലാത്ത മഹത്വങ്ങൾ ഈ ഹദീസ് വിവരിച്ചതുകൊണ്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ നമുക്ക് വിവരിച്ചു തരുന്നു. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, സ്ഥിരപ്പെട്ട സുന്നത്തുകളെക്കാളും ഫർദ് നിസ്കാരങ്ങളെക്കാളും ജമാഅത്തുകളെക്കാളൊക്കെ ഇത്തരം ബിദ്അത്തുകൾക്ക് ജനങ്ങൾ താല്പര്യം കാണിക്കുകയും സ്ഥിരപ്പെട്ട സുന്നത്തുകൾക്ക് താല്പര്യമില്ലായ്മയും സ്വാഭാവികമായും ഉണ്ടാകുന്നത് ബിദ്അത്തുകൾ ചെയ്യുന്നത് പിശാചിന് വളരെ ഇഷ്ടമുള്ളതും അള്ളാഹുവിന് വളരെ വെറുപ്പുള്ളതുമായതുകൊണ്ട് അതിൻ്റെ നല്ല പ്രേരണ പിശാചിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും അതിനുവേണ്ടി കള്ള ഹദീസുകൾ തട്ടിക്കൂട്ടാൻ ഒരു കൂട്ടറും അത് പ്രചരിപ്പിക്കാൻ മറ്റൊരു കൂട്ടരും മത്സരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അതേസമയം സ്ഥിരപ്പെട്ട സുന്നത്തുകൾ നഷ്ടപ്പെട്ടു പോകുന്നതിന് യാതൊരു പ്രയാസവും അവർക്ക് തോന്നുന്നില്ല എന്ന വ്യക്തമായ സന്ദേശം കൂടിയാണ് അബൂ ശാമ റഹിമഹുല്ല ഈ വരികളിലൂടെ നമുക്ക് നൽകുന്നത്. ചിന്തിക്കുന്നവർക്ക് ഇതിലെല്ലാം ധാരാളം ദൃഷ്ടാന്തമുണ്ട്.